ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ സദ്യ സ്റ്റൈലുള്ള പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ വറുത്തെടുക്കാതെ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാൽ ഈ പയറിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അതുപോലെ ഇതിൽ നിന്ന് നല്ല മണമൊക്കെ വരാൻ തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇത് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റായി കിട്ടണം. അപ്പോൾ അതുപോലെ പൊടിഞ്ഞു പോകാതെ ഒന്നോ രണ്ടോ തവണ ആയിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ നമുക്ക് കഴുകിയെടുക്കാം. ഇതിലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം. അതല്ലെങ്കിൽ തൊലിയൊക്കെ പാറ്റി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്താലും മതി. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള പയർ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് അത് വാങ്ങി കുക്ക് ചെയ്താൽ മതി. അത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് വറുത്തെടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പയർ വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. ചെറുതാണെങ്കിൽ 3-4 ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളകും. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം വേണം തുറന്ന് നോക്കാൻ. നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളം അത്രയും വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്തൊന്നും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് തണുക്കും തോറും കുറുകുന്നൊരു കറിയാണ് ഈ പരിപ്പ് കറി. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പരിപ്പ് കറിയിൽ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ലെന്നാണ് പറയാറ്. ഞാൻ പക്ഷേ തിളപ്പിക്കാറുണ്ട് കേട്ടോ. 1-2 തിള വരുന്നിടം വരെ തിളപ്പിക്കാറുണ്ട്. ഇതുപോലെ 1-2 തവണ തിളപ്പിച്ചാൽ മതി. പരിപ്പ് കറി പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഒരുപാടങ്ങ് തിളച്ച് പോകാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയി കഴിഞ്ഞാൽ അവസാനം നമുക്ക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ താളിച്ചൊഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ മതിയെങ്കിൽ അങ്ങനെ ആയാലും ചെയ്താൽ മതി. എന്നിട്ട് അവസാനം പരിപ്പ് കറിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. ഇനി ഇത് നേരെ നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യയ്ക്ക് വിളമ്പുന്ന പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ പരിപ്പ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്